നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 27, 2025 തിങ്കൾ. ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിന് അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും, അതുകൂടാതെ ഇന്ന് ഇന്ത്യ വിക്സിലും അതിശക്തമായ ഉയർച്ച അനുഭവപ്പെട്ടെങ്കിൽ കൂടിയിട്ടും, കഴിഞ്ഞ അവസാനത്തെ ട്രേഡിംഗ് സെക്ഷനിലുണ്ടായ കൺസോളിഡേഷനു ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തിൽ തുടരാനായി അതുകൂടാതെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായതും. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നത്. തുടർന്ന് മാർക്കറ്റിന് ശക്തിയാർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 26,005 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതേസമയം 25,827 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. അതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റിക്ക് 170 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ക്ലോസിംഗ് ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു, 25,966 എന്ന ലെവലിൽ. അതേസമയം സെൻസെക്സിന് ഇന്ന് 566 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാനായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 414 പോയിന്റുകളുടെ നേട്ടവും ഫിൻ നിഫ്റ്റിക്ക് 123 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുകയുണ്ടായി. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 0.7% നേട്ടം കൈവരിക്കാനായപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിന് 0.5% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. SBI ലൈഫ് ഇൻഷുറൻസ്, ഭാരതി എയർടെൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ടേണൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ഇൻഫോസിസ്, അദാനി പോർട്സ്, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. മീഡിയയും ഫാർമയും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അതേസമയം മെറ്റൽ, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 1% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 39 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 88.24 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗ്യാപ്പ് അപ്പോടുകൂടി തന്നെ ഓപ്പൺ ആകാനും തുടർന്ന് അതിശക്തമായ റാലി നടത്തുവാനും സാധിച്ചു. പിന്നീട് അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമായിരുന്നു. മാത്രമല്ല, ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ച മൂലവും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഉണ്ടായ ശോഷണത്തെ തുടർന്നും ഇന്ത്യൻ മാർക്കറ്റിന് ഇന്നൊരു ഘട്ടത്തിൽ ഇടിവ് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ നമ്മുടെ മാർക്കറ്റിനെ വ്യാപാരം അവസാനിപ്പിക്കുവാനും നിഫ്റ്റിക്ക് അതിന്റെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനും കാരണമായ 3 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ നിന്നും പുറത്തു വന്ന ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയെ തുടർന്ന് ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന ഫെഡ് മോണിറ്ററി പോളിസിയുടെ ഭാഗമായി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചത് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നാളെ ഒക്ടോബർ 28-ന് ഫെഡിന്റെ മോണിറ്ററി പോളിസി തുടങ്ങും. 2 ദിവസമാണ് മോണിറ്ററി പോളിസി മീറ്റിംഗ് നീണ്ടു നിൽക്കുക. ഒക്ടോബർ 29 ബുധനാഴ്ചയോടുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ പുറത്തുവരും. 25 ബേസിസ് പോയിന്റ് കട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ഈ വർഷം ഡിസംബറിലോ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിലോ ആയിട്ട് അടുത്ത ഒരു 25 ബേസിസ് പോയിന്റ് കട്ടും കൂടി മാർക്കറ്റും നിക്ഷേപകരും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ ഒരു ഘടകം തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഏറ്റവും പരമപ്രധാനമായ പങ്ക് വഹിക്കുകയുണ്ടായത്. വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റിലെ ബൈയിങ്ങിന് ഒരു പോസ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വന്നെങ്കിൽ കൂടിയിട്ടും വെള്ളിയാഴ്ച വീണ്ടും ബൈയിങ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വരികയുണ്ടായി. സോ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന ബൈയിങ് ആണ് രണ്ടാമതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് സഹായിക്കുകയുണ്ടായത്. അവരുടെ ഒരു തിരിച്ചുവരവ് മാർക്കറ്റിനും നിക്ഷേപകർക്കും വീണ്ടും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുകയുണ്ടായി. മാത്രവുമല്ല, ഏതാനും മാസങ്ങൾക്ക് ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ ഏറ്റവും കുറഞ്ഞ തോതിലായിട്ടാണ് നിലവിൽ നിലകൊള്ളുന്നത്. ചൈനയും US-ഉം തമ്മിലുള്ള ട്രേഡ് ഡീലിന്റെ മുകളിലുള്ള ആത്മവിശ്വാസം വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റ്സിലും ഉടലെടുത്ത പോസിറ്റീവ്നെസ് നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറുകയുണ്ടായി. സോ ഇതിനെ തുടർന്ന് ഇന്ന് ജപ്പാൻ മാർക്കറ്റിന് 50,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുവാൻ സാധിച്ചു. സോ ഇതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും എസ്പെഷ്യലി ഏഷ്യൻ മാർക്കറ്റ്സിലും ഉടലെടുത്ത പോസിറ്റീവ്നെസ്സും ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ
ഇന്ന് ഇന്ത്യ വിക്സ് 10% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് കൂൾ ഓഫ് ആവുന്ന കാഴ്ചയും കാണുവാൻ സാധിച്ചു. ആകെ ഇന്ന് 2.24% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 11.85 എന്ന ലെവലിലാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇതിനു പുറമെ ഇന്ന് ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ നേരിയ ഇടിവുണ്ടായതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 265 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജർമ്മൻ മാർക്കറ്റ് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിൽ 2% നിലവിൽ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്പൈസ് ജെറ്റ് ശൈത്യകാലത്ത് ദിവസേനയുള്ള വിമാന സർവീസുകളുടെ എണ്ണം 150-ൽ നിന്നും 250-ലേക്ക് വർദ്ധിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ വരുന്ന നവംബർ മാസത്തോടുകൂടി ഈ ശേഷി 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുമെന്നും കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ Q2 ഏർണിംഗ്സിൽ നെറ്റ് പ്രോഫിറ്റിൽ 20% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 154 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സുപ്രീം ഇൻഡസ്ട്രീസ് Q2 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റിൽ 20% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 5% ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതുകൂടാതെ 11 രൂപ ഡിവിഡൻഡ് പെർ ഷെയറും കമ്പനി പ്രഖ്യാപിച്ചു. നവംബർ 3, 2025 ഡിവിഡൻഡിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ചെന്നൈ പെട്രോ കഴിഞ്ഞ Q2 ഇതേ സമയത്ത് 634 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയ കമ്പനി ഇത്തവണ 719 കോടി രൂപ ലാഭമാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. നെറ്റ് പ്രോഫിറ്റിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 39% വർധനവ് രേഖപ്പെടുത്തി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് മുംബൈയിലെ വരോളിയിൽ ആരംഭിക്കാൻ പോകുന്ന 10,000 കോടി രൂപ മൂല്യം വരുന്ന ലക്ഷറിയസ് റെസിഡൻഷ്യൽ പ്രൊജക്ടിന് റെറയുടെ ഭാഗത്ത് നിന്നും അനുമതി ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. വിനയൽ കെമിക്കൽസ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 43.86% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം സെയിൽസിൽ 1.03% ഉയർച്ചയും രേഖപ്പെടുത്തി. പുറവൻകര കമ്പനിയുടെ സബ്സിഡറിയായ സ്റ്റാർവർത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷന് SBR ബിൽഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും 211.53 കോടി രൂപ മൂല്യം വരുന്ന പുതിയ ഓർഡർ ലഭിച്ചു എന്നുള്ള വാർത്തകൾ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.